അമേരിക്കയെ എതിരിട്ട് സൗദി അറേബ്യ ഇല്ലാതാവുമോ? സൗദിയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ജനാധിപത്യം വരുമോ? പ്രതിസന്ധികളെ നേരിടാനുള്ള അതിവിദഗ്ധമായ സൗദി അറേബ്യയുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? സൗദി പെട്രോ ഡോളർ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്ത വന്നതോടെ അതെങ്ങനെ അമേരിക്കയെ അല്ലെങ്കിൽ ഡോളറിനെ ബാധിക്കും എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. ചരിത്രം പരിശോധിച്ചാൽ ചില രാജ്യങ്ങൾ എണ്ണ വ്യാപാരത്തിൽ ഡോളറിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇറാഖിന്റെ പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈൻ ഇതിനു മുന്നേ ഈ ഒരു ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം 2000-ൽ എണ്ണ വ്യാപാരം US ഡോളറിലല്ലാതെ യൂറോയിൽ നടത്താൻ UN-ന്റെ അനുമതി തേടിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ശേഖരമുള്ള രാജ്യമായിരുന്നു ഇറാഖ്. സദ്ദാം ഹുസൈൻ മാത്രമല്ല, 2011-ൽ ലിബിയയുടെ നേതാവും ആഫ്രിക്കൻ യൂണിയന്റെ പ്രസിഡന്റുമായിരുന്ന മുഅമ്മർ ഗദ്ദാഫി ഡോളറിന് പകരം ഓയിൽ വിൽപ്പന നടത്താൻ ഗോൾഡ് ദിനാർ എന്ന പുതിയൊരു കറൻസി തന്നെ ഇറക്കാൻ തീരുമാനിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റ് ചില രാജ്യങ്ങളും ഗോൾഡ് ദിനാറിൽ തന്നെ എണ്ണ വ്യാപാരം നടത്താനുള്ള തീരുമാനത്തിൽ എത്തിയിരുന്നു. പിന്നീട് ഈ രാജ്യങ്ങൾക്കും ആ നേതാക്കൾക്കും എന്തെല്ലാം സംഭവിച്ചു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഒരു കരാർ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളെയും ബാധിക്കുന്നതാണ്. എങ്കിലും സൗദി അറേബ്യ അമേരിക്കയെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നു എന്നതിൽ ഒരു തീരുമാനവുമായിട്ടില്ല. ഇപ്പോഴുള്ളത് അഭ്യൂഹങ്ങൾ മാത്രമാണ്. എന്നാൽ ചെറിയ രീതിയിലെങ്കിലും അമേരിക്കയെ ആശ്രയിക്കുന്നതും അവരുടെ ആജ്ഞകൾക്ക് കീഴടങ്ങുന്നതും സൗദി അറേബ്യ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലരും ചോദിക്കുന്നത് സൗദിക്ക് ഇറാഖിന്റെയും ലിബിയയുടെയും അവസ്ഥ വരുമോ എന്നും അമേരിക്ക സൗദിയിൽ നടത്തുന്ന നിക്ഷേപങ്ങളോ നൽകുന്ന സൈനിക സേവനങ്ങളോ ഇല്ലാതാവുമോ എന്നെല്ലാമാണ്. ഈ ചോദ്യങ്ങൾ തള്ളിക്കളയേണ്ടതല്ല. അറിയാനും മനസ്സിലാക്കാനും നിരവധി കാര്യങ്ങൾ ഈ ചോദ്യങ്ങളിലുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. വളരെ എളുപ്പത്തിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം. ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാനും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനും നിങ്ങളിൽ പലരും ലോക സാമ്പത്തിക കാര്യങ്ങൾ കേൾക്കാനും പറയാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സാമ്പത്തികത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഞാൻ ഈ അടുത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപം 300 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധാരണക്കാരന് 5-6 വർഷം കഷ്ടപ്പെട്ടാൽ മാത്രമായിരിക്കും 1-2 ലക്ഷം രൂപയൊക്കെ മാറ്റിവെക്കാൻ പറ്റുക. പക്ഷേ നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ അസുഖമോ ഒരു അപകടമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ പണം അതുപോലെ എടുത്ത് ആശുപത്രിയിൽ കൊടുക്കണം. നമ്മുടെ 6 വർഷത്തെ കഷ്ടപ്പാട് ഒരൊറ്റ ആശുപത്രി കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപമായിട്ട് കരുതുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെയാണ്. ഇത് നിങ്ങളും എടുത്തു വെക്കണം. പക്ഷേ ഒന്ന് താരതമ്യം ചെയ്ത് ഏജന്റ് കമ്മീഷൻ ഇല്ലാതെ കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ചത് എടുക്കണം. അത്തരത്തിൽ 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് യോജിക്കുന്ന ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ തിരഞ്ഞെടുക്കാൻ വേണ്ട 100% ട്രസ്റ്റഡ് ആയിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഹെൽത്ത് ചെക്കപ്പ് ഇല്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഹെൽത്ത് കാർഡും ഡോക്യുമെന്റ്സും എല്ലാം വീട്ടിലേക്ക് അയച്ചു കിട്ടുന്നതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏജന്റിന്റെ ആവശ്യം തന്നെ ഇല്ല. കാരണം ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ നമുക്കൊരു റിലേഷൻഷിപ്പ് മാനേജറിനെ കിട്ടുന്നതാണ്. അതുകൂടാതെ 30 മിനിറ്റ് ക്ലെയിം സപ്പോർട്ടും കിട്ടും. പോരാത്തതിന് നമുക്കറിയുന്നത് പോലെ എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ ഇൻഷുറൻസ് ഡെസ്കുകളുണ്ട്. അവിടെ നമ്മുടെ ഹെൽത്ത് കാർഡ് കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്നതാണ്. 51 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നാട്ടിലുള്ളവർക്ക് 25% വരെ ഡിസ്കൗണ്ടും പ്രവാസികൾക്ക് 18% GST ഇളവും അതിന് പുറമെ 25% ഓൺലൈൻ ഡിസ്കൗണ്ടും ഈ ലിങ്കിലൂടെ കിട്ടുന്നതാണ്. പിന്നെ ഫീച്ചേഴ്സ് കൂടിയാൽ ഇൻഷുറൻസിന്റെ പ്രീമിയവും കൂടുന്നതാണ്. കുഴപ്പമില്ലാത്ത വരുമാനമുള്ള ആളുകളെല്ലാം ഏറ്റവും നല്ലത് തന്നെ എടുക്കണം. വരുമാനം കുറഞ്ഞവർ ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും നിർബന്ധമായിട്ടും എടുത്തു വെക്കേണ്ടതാണ്. അധിക കാലം ഈ ഇളവ് കിട്ടില്ല. കൂടാതെ ഭാവി നമ്മുടെ കയ്യിലല്ല, പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തോളൂ. നമ്മൾ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ 1973-74 കാലഘട്ടം എന്ന് പറയുമ്പോൾ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിന്റെ സമയമായിരുന്നു. ഇസ്രായേൽ അറബ് സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇസ്രായേലിനെ പ്രതിരോധിക്കാനാണ് സൗദി പെട്രോ ഡോളർ കരാർ വഴി അമേരിക്കയുടെ സൈനിക സഹായം തേടുന്നത്. എന്നാൽ ഇസ്രായേൽ അല്ലാത്ത മറ്റൊരു എതിരാളി കൂടി സൗദിക്ക് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ. 2ാം ലോക മഹായുദ്ധ സമയത്ത് അന്നത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും സഖ്യകക്ഷികളായിരുന്നു. എന്നാൽ യുദ്ധത്തിന് ശേഷം ഇവർ തമ്മിൽ അകലാൻ തുടങ്ങി. സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലും ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ സ്ഥാപിക്കാനുള്ള ശ്രമം അക്കാലത്ത് നടത്തിയിരുന്നു. അത് അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. എന്നാൽ ലോകമെമ്പാടും ജനാധിപത്യവും ഫ്രീ എക്കോണമിയും സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടങ്ങൾ വേണമെന്നതായിരുന്നു അമേരിക്കയുടെ മുതലാളിത്ത കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ സമയത്ത് ഏഷ്യയിലടക്കമുള്ള രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ സ്ഥാപിക്കാൻ സോവിയറ്റ് യൂണിയൻ ശ്രമം നടത്തുകയാണ്. ചൈന അങ്ങനെ 1949-ൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ചെറുക്കാൻ മറ്റ് രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ അമേരിക്കയും ആ കാലഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 1950-കളിൽ തന്നെ സൗദിയുടെ എണ്ണ സമ്പുഷ്ടമായിട്ടുള്ള കിഴക്കൻ പ്രദേശത്ത് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റങ്ങൾ ഉണ്ടായി. അതിന്റെ ഭാഗമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൗദിയിൽ ശക്തിപ്പെട്ടത്. സോവിയറ്റ് യൂണിയന്റെ ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് ഐഡിയോളജിയോട് അനുഭാവമുള്ളവരായിരുന്നു സൗദിയിലെ കമ്മ്യൂണിസ്റ്റുകാർ.
കൂടാതെ സൗദിയിലെ മതരാജവാഴ്ചയെ ഇവർ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടായിരുന്നു. 1970 ആയ സമയത്ത് സൗദിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ചുകൂടെ ശക്തി ആർജിക്കുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ ലോകത്തുള്ള പല കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളെയും അനുകൂലിക്കുന്നു എന്ന കാര്യം നമ്മൾ മുന്നേ പറഞ്ഞതാണല്ലോ. ഇത്തരത്തിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയുള്ള ഏതൊരു മുന്നേറ്റവും തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് സൗദി അറേബ്യ തിരിച്ചറിയുന്നു. അവിടെയാണ് ഇവർ അമേരിക്കയെ കൂട്ടുപിടിക്കുന്നത്. അമേരിക്കയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം തടയാൻ ശ്രമിക്കുന്ന രാജ്യമാണല്ലോ. മാത്രമല്ല സൗദിക്കും മറ്റ് അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലുമായുള്ള യുദ്ധങ്ങൾക്ക് അമേരിക്ക പോലുള്ള ശക്തമായ ഒരു രാജ്യത്തിന്റെ സൈനിക സഹായം കൂടിയേ തീരൂ. അങ്ങനെയാണ് 1974 പെട്രോ ഡോളർ കരാറിൽ അമേരിക്ക സൗദിക്ക് മിലിറ്ററി സഹായങ്ങൾ നൽകുമെന്ന ഒരു വ്യവസ്ഥയിൽ എത്തിച്ചേരുന്നത്. ഈ കരാറിനെ കുറിച്ച് ശരിക്കും ഇപ്പോഴും ദുരൂഹതകളുണ്ട്. എണ്ണ വ്യാപാരത്തിന് സൗദി ഡോളർ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന വ്യവസ്ഥയാണ് ഈ കരാറിലുള്ളത് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഇനി അങ്ങനെയല്ല, എണ്ണയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അമേരിക്കയിൽ നിക്ഷേപിക്കണം എന്നതാണ് ഈ കരാറെന്ന് മറ്റ് ചില ആളുകളും പറയുന്നുണ്ട്. അതെന്ത് തന്നെയാണെങ്കിലും ഡോളറിനും അതുവഴി അമേരിക്കയ്ക്കും ഈ കരാർ വലിയ ഗുണം ചെയ്തു എന്ന കാര്യം തർക്കമില്ലാത്തത് തന്നെയാണ്. അപ്പൊ ഈ കരാറോടെ ശരിക്കും സംഭവിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത്രയും നാൾ ജനാധിപത്യം സംരക്ഷിക്കാൻ സോവിയറ്റ് യൂണിയനെ തളയ്ക്കാൻ ശ്രമിച്ചിരുന്ന അമേരിക്ക തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറി എന്ന് തന്നെ പറയാം. ഒരു രാജവാഴ്ചയുള്ള മതരാജ്യത്തെയാണ് ഇവിടെ അമേരിക്ക കൂട്ടുപിടിക്കുന്നത്. പക്ഷേ രാജവാഴ്ചയാണെങ്കിലും സൗദി ഒരു ഓപ്പൺ എക്കോണമി ആണല്ലോ. അപ്പോൾ അമേരിക്കയുടെ ക്യാപിറ്റലിസ്റ്റ് കാഴ്ചപ്പാടുമായിട്ട് ഒത്തുപോവാനാണ് ഈ കരാറെന്നും അതുകൊണ്ട് തികച്ചും സാമ്പത്തികപരം മാത്രമാണ് ഈ കരാറെന്നും അമേരിക്കന് വാദമുണ്ട്. എന്താണെങ്കിലും പിന്നീട് 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുന്നുണ്ട്. മനസ്സിലാവുന്നത് പോലെ പറഞ്ഞാൽ ഇന്നത്തെ റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത് പോലെ. ആ സമയത്ത് അമേരിക്ക എല്ലാം ഇടപെടുന്നുണ്ട്, താലിബാന്റെ ഉയർച്ചയെല്ലാം ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം മറ്റൊരു വിഷയമാണ്. ഈ ആക്രമണത്തെ തുടർന്ന് എന്തായാലും ലോകം ഇരു ചേരികളായിട്ട് തിരിഞ്ഞു. ഒന്ന് സോവിയറ്റ് യൂണിയനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ, മറ്റൊന്ന് അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ, സൗദി, ഇറാൻ പോലുള്ള മറ്റ് രാജ്യങ്ങൾ. രാജ്യത്ത് കമ്മ്യൂണിസം ശക്തിപ്പെടുമോ എന്ന ആശങ്ക മാത്രമല്ല, ആ സമയത്ത് സൗദിയുടെ ക്രൂഡ് ഓയിൽ മാർക്കറ്റ് സോവിയറ്റ് യൂണിയൻ കൈയടക്കുമോ എന്നുള്ള ആശങ്കയും സൗദി അറേബ്യയ്ക്ക് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. സൗദി, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ പണ്ട് തൊട്ടേ മുന്നിട്ട് നിന്ന രാജ്യങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ 1985 അമേരിക്കയുടെ നിർദ്ദേശത്തെ തുടർന്ന് സൗദിയും മറ്റ് ഒപ്പക് രാജ്യങ്ങളും ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടി. അതിൻ്റെ ഭാഗമായിട്ട് ക്രൂഡ് ഓയിൽ വില വളരെയധികം കുറഞ്ഞു. പണപ്പെരുപ്പം കണക്കിലെടുത്ത് ഇന്നത്തെ കണക്കിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ 1980കളുടെ ആരംഭത്തിൽ ബാരലിന് $100 മുകളിലായിരുന്ന പെട്രോൾ വില 1986 ആയപ്പോഴേക്കും $30 താഴെയായി. 3-1 കുറഞ്ഞു എന്ന് പറയാം. ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവുന്നതുമാണ്. സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വരുമാന മാർഗമായിരുന്നു എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള ലാഭം. കൂടാതെ എണ്ണ കയറ്റുമതിയിലൂടെയാണ് യുദ്ധ ചെലവിന് വേണ്ടിയുള്ള സാമ്പത്തികം അവർ കണ്ടെത്തിയിരുന്നത്. അതും കുറഞ്ഞു. പിന്നീട് 1990 കുവൈറ്റ് യുദ്ധത്തിന്റെ സമയത്ത് വില വർദ്ധിച്ചുവെങ്കിലും അന്നത്തെ കാലത്തെ ചില തെറ്റായ സാമ്പത്തിക നയങ്ങളും അമേരിക്കയുടെ മറ്റ് തന്ത്രങ്ങളും കൂടി ആയ സമയത്ത് അപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ എന്തായാലും അമേരിക്കയ്ക്ക് സോവിയറ്റ് യൂണിയന്റെ മുന്നേറ്റം തടയാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ആ രാജ്യം തന്നെ ഇല്ലാതായിട്ട് മാറുകയാണ്. എന്നാൽ സൗദി അറേബ്യയ്ക്കും ഇതൊരു ആശ്വാസം തന്നെയാണ്. കാരണം തങ്ങളുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇല്ലാതായിരിക്കുന്നത്. അതുകൂടാതെ ബിസിനസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് തങ്ങളുടെ മാർക്കറ്റിനെ കീഴടക്കാൻ പോകുന്ന ഒരു ശക്തിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഈ കാര്യങ്ങൾ കൊണ്ട് അവർ വല്ലാതെ ആശ്വസിക്കുകയാണ്. ഇതിൽ രണ്ടു കൂട്ടർക്കും ലാഭമുണ്ടായി എന്ന് തന്നെ പറയാം. അതായത് അമേരിക്കയ്ക്കും ലാഭമായിരുന്നു, സൗദി അറേബ്യയ്ക്കും ലാഭമായിരുന്നു. ഇങ്ങനെ അമേരിക്ക സൗദിയുമായി ചേർന്ന് ഓയിലിനെ മറ്റ് രാജ്യങ്ങൾക്കെതിരെയുള്ള ജിയോ പൊളിറ്റിക്കൽ ആയുധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ഈ ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നത് ശരിക്കും സൗദി പോലുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് ഒരു വലിയ നഷ്ടമാണ്. പക്ഷെ ആ സമയത്ത് സോവിയറ്റ് യൂണിയനെ തടഞ്ഞു നിർത്തുക എന്നത് അവരുടെ കൂടി ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവർ അമേരിക്കയ്ക്ക് വഴങ്ങി. സൗദി, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ പണ്ട് തൊട്ടേ മുന്നിട്ട് നിന്ന രാജ്യങ്ങളായിരുന്നു എന്ന് മുന്നേ പറഞ്ഞ കാര്യമാണല്ലോ. അമേരിക്ക പിന്നീട് തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം വർദ്ധിക്കാൻ തുടങ്ങിയതാണ് ലോകം കണ്ടത്. അതിന് കാരണം ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാവുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അമേരിക്കയെയും പല തവണ ബാധിക്കാൻ തുടങ്ങി എന്നത് തന്നെയായിരുന്നു. ഉദാഹരണത്തിന് 2008 സാമ്പത്തിക മാന്ദ്യ സമയത്ത് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. അടുത്ത വർഷം വില കുറഞ്ഞെങ്കിലും 2011 എണ്ണ വിൽപ്പന നടത്തുന്ന പല അറബ് രാജ്യങ്ങളിലും അവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള
പല പ്രക്ഷോഭങ്ങളും നടക്കാൻ തുടങ്ങിയിരുന്നു. ഈജിപ്തിലെയും ടുണേഷ്യയിലെയും ഭരണകൂടത്തെ പ്രക്ഷോഭകർ അട്ടിമറിക്കുക പോലും ചെയ്തു. അറബ് സ്പ്രിംഗ് എന്നാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം ചേർന്ന് അറിയപ്പെടുന്നത്. ഇത് വീണ്ടും അറബ് രാജ്യങ്ങളെ സംഘർഷഭരിതമാക്കിയത് ചരിത്രമാണ്. അതിനു മുൻപ് 1973 അറബ് ഇസ്രായേൽ യുദ്ധത്തിലും 1990 കുവൈത്ത് ഇറാഖ് യുദ്ധത്തിലും എണ്ണയുടെ വിലയിൽ വലിയ വർധനവുണ്ടായിരുന്നു. ഇത് അമേരിക്കയിലും വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. കാരണം അവർക്കും എണ്ണ ഈ രാജ്യങ്ങളിൽ നിന്ന് തന്നെ വാങ്ങേണ്ടതാണ്. അങ്ങനെ അറബ് രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങൾ എണ്ണ വിലയെ ബാധിക്കാൻ തുടങ്ങിയതിനെ തുടർന്നാണ് അമേരിക്ക എണ്ണയ്ക്ക് വേണ്ടി അറബ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2011 കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമ അമേരിക്കയിൽ എണ്ണയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് തുടങ്ങുന്നത്. സൗദി പോലുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കുകയും കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി കൂട്ടുകയും ആ സമയത്ത് അമേരിക്ക ചെയ്യുന്നുണ്ട്. 1974 പെട്രോ ഡോളർ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ഓരോ ദിവസവും ഏകദേശം 4,38,000 ബാരലായിരുന്നു അമേരിക്ക സൗദിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന എണ്ണയുടെ അളവ്. പെട്രോ ഡോളർ കരാർ നിലവിൽ വന്നതോടുകൂടി 1991 ആയപ്പോഴേക്കും ഏകദേശം 1.7 മില്യൺ ബാരലായിട്ട് ഇറക്കുമതി കൂടി വരുന്നുണ്ട്. അന്ന് റഷ്യയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സൗദിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ എണ്ണ ഉൽപ്പാദനം മേൽ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. പലരും ചിന്തിച്ചു വെച്ചതുപോലെയല്ല, ഏതാണ്ട് സൗദി ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും ക്രൂഡ് ഓയിൽ അമേരിക്കയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ അമേരിക്കയ്ക്ക് സൗദി ഒരു വെല്ലുവിളി തന്നെയാണ്. സൗദിയുടെയും റഷ്യയുടെയും എണ്ണ ഉൽപ്പാദനം ഏതാണ്ട് തുല്യവുമാണ്. അതായത് 3 രാജ്യങ്ങളും കട്ടയ്ക്ക്. 1970കളിൽ പെട്രോ ഡോളർ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ഇസ്രായേൽ അറബ് യുദ്ധം കാരണം അമേരിക്കയിൽ കടുത്ത ഇന്ധനക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു നിശ്ചിത അളവ് എണ്ണ സൗദിയിൽ നിന്ന് വാങ്ങാമെന്ന് അമേരിക്ക സമ്മതിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊരു കാര്യം പറയാം. 2002 ഇറാൻ രഹസ്യമായിട്ട് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന വിവരം അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നു. നമുക്കറിയാം അത്തരം പ്രവർത്തനങ്ങൾ അമേരിക്കയുടെ എക്കാലത്തെയും വലിയ സഖ്യകക്ഷിയായ ഇസ്രായേലിന് ദോഷമാണ്. ഇറാൻ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു രാജ്യവുമാണ്. അതുകൊണ്ട് അമേരിക്ക ഇറാന് മേൽ ചില ഉപരോധങ്ങൾ ആ കാലഘട്ടത്തിൽ ഏർപ്പെടുത്തി. എന്നാൽ ഈ ഉപരോധങ്ങൾ 2015 മാത്രമാണ് പിൻവലിക്കുന്നത്. ഇറാൻ അതിൻ്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം ഉപേക്ഷിക്കുന്നുവെന്നും സിറിയയിലും യമനിലുമെല്ലാമുള്ള അമേരിക്ക തീവ്രവാദ സംഘടനകളായി കണക്കാക്കുന്ന ചില ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് നിർത്തണമെന്നുമൊക്കെയുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഈ ഉപരോധം നീക്കുന്നത്. എന്നാൽ ഇറാൻ ഈ കരാർ തെറ്റിച്ചു. അങ്ങനെ വീണ്ടും 2018 അമേരിക്ക ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തി. എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണല്ലോ ഇറാൻ. ആ സമയത്ത് ഇറാന് മേൽ ചുമത്തിയ ഈ ഒരു ഉപരോധവും മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ അതേ സമയത്ത് തന്നെ എണ്ണ കയറ്റുമതി രാജ്യമായ വെനസ്വേലയുടെ സാമ്പത്തിക തകർച്ചയും ഒന്നിച്ചു വരികയാണ്. ഈ സമയത്ത് എണ്ണവില വലിയ രീതിയിൽ കൂടി. ആ സമയത്ത് എണ്ണവില കുറയ്ക്കാൻ അമേരിക്ക സൗദിക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ 2020 കോവിഡ് ലോക്ക്ഡൌണിന്റെ സമയത്ത് ക്രൂഡ് ഓയിലിന്റെ ഡിമാൻഡ് കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ വിലയും കുറഞ്ഞു. ഇതുമൂലം പല അമേരിക്കൻ ഓയിൽ കമ്പനികളും നഷ്ടത്തിലായി. ആ സമയത്ത് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ അമേരിക്ക സൗദിയോട് ആവശ്യപ്പെട്ടു. കാരണം ഓയിലിന്റെ വില കൂടും, അതുമൂലം അമേരിക്കൻ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് അതിനനുസരിച്ച് ഡിമാൻഡും വിലയും കൂടുമെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ആ സമയത്ത് സൗദി അറേബ്യ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ചിട്ടില്ല എങ്കിൽ അമേരിക്ക സൗദിക്ക് നൽകുന്ന മിലിറ്ററി സഹായം നിർത്തുമെന്നും അമേരിക്ക ഭീഷണിപ്പെടുത്തുകൂടെ ചെയ്യുന്നുണ്ട്. വെറുതെ പറയല്ല, ഒരു രാജ്യം പറയുന്നത് കേൾക്കണമല്ലോ. അപ്പൊ അമേരിക്ക ഭീഷണിയുടെ സ്വരത്തിലാണ് സൗദിയോട് ഈ കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നത്. ശ്രദ്ധിക്കണം, പെട്രോ ഡോളറിന്റെ പ്രാധാന്യം കൊണ്ട് അമേരിക്കയ്ക്ക് കൈവന്ന പ്രത്യേക ശക്തിയാണ് ഇടയ്ക്കിടെ ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലെല്ലാം ഏർപ്പെടുത്തുന്ന അവരുടെ പ്രത്യേകമായിട്ടുള്ള ഉപരോധങ്ങൾ. ഇറാനെയും യമനെയും സൗദിയുമായി ഉടക്കി നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളെയുമെല്ലാം ഉപരോധിക്കുമ്പോഴും അവരുടെ സൈനിക പരിശീലനങ്ങളും വിവിധ സംഘടനകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളും നിർത്തലാക്കുമ്പോഴും ഗുണം സൗദി അറേബ്യയ്ക്ക് കൂടിയായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ ഉപരോധത്തിൻ്റെയും നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ ഇല്ലാതാക്കുമെന്നുമെല്ലാമുള്ള ഭീഷണിയും സൗദിക്ക് നേരെയാണ് നീണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും സൗദിയും തമ്മിലുള്ള സൈനിക സഹകരണങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2016 മുസ്ലിങ്ങളുടെ പുണ്യനഗരമായ മക്കയെ ലക്ഷ്യമാക്കി യമനിലെ ഹൂതികൾ തൊടുത്ത മിസൈൽ സൗദിക്ക് തടയാനായത് പോലും അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയ്ക്ക് അമേരിക്കയെ ആശ്രയിക്കുന്ന സൗദിക്ക്
അമേരിക്ക ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടിയാവുമെന്ന കാര്യം തർക്കമില്ലാത്തതാണ്. ഇവിടെ നമ്മൾ 1980കളിലെ കാര്യം ഓർക്കണം. അന്ന് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ച സമയത്ത് ഇത്തരത്തിൽ സൗദിയോട് ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ ഇത്തരം യുദ്ധങ്ങളെ ഫണ്ട് ചെയ്യാൻ എണ്ണയിൽ നിന്നുള്ള വരുമാനമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എണ്ണ വില കുറഞ്ഞത് അവരെ പ്രതിസന്ധിയിലാക്കി. അന്ന് സൗദിയും അമേരിക്കയും അടുപ്പത്തിലായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പല രാജ്യങ്ങളിലേക്കും കമ്മ്യൂണിസ്റ്റ് ആശയം കയറ്റുമതി ചെയ്യുന്ന സോവിയറ്റ് യൂണിയൻ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായിരുന്നു. മാത്രവുമല്ല, ഓയിൽ മാർക്കറ്റിലെ സോവിയറ്റ് യൂണിയന്റെ സാന്നിധ്യം സൗദിക്ക് എന്നും ഒരു ഭീഷണിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിന് അവർ അന്ന് അമേരിക്കക്കൊപ്പം നിന്നു. എന്നാൽ ഇന്ന് റഷ്യയല്ല, അമേരിക്കയാണ് ഓയിൽ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ സൗദിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. ഓയിലിന്റെ കാര്യത്തിൽ അമേരിക്കയെ സൗദി അറേബ്യ ഇപ്പോൾ ഒരു സഖ്യകക്ഷിയായിട്ടല്ല, മറിച്ച് ഒരു എതിരാളിയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. കൂടാതെ നിരന്തരമായി അമേരിക്ക അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാനും കുറയ്ക്കാനുമെല്ലാം സൗദിയെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതനുസരിച്ചിട്ടില്ല എങ്കിൽ സൈനിക സഹായം പിൻവലിക്കുമെന്നുള്ള ഭീഷണിയുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് അമേരിക്കയുടെ ആവശ്യം സൗദി അറേബ്യ അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, നേരെ വിപരീതമായി ഓയിൽ പ്രൊഡക്ഷൻ അവർ കുറയ്ക്കുകയാണ്. മാർക്കറ്റിൽ അങ്ങനെ ഓയിലിന്റെ വില കൂടി. അതുമൂലം റഷ്യയ്ക്കും സൗദി അറേബ്യയ്ക്കും വലിയ ലാഭമുണ്ടായി. അതുകൊണ്ട് യുദ്ധം നിർത്തേണ്ട ആവശ്യം റഷ്യയ്ക്ക് വരുന്നേയില്ല. അമേരിക്കയ്ക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ ആജ്ഞ അനുസരിച്ച് തുള്ളാനുള്ള കളിപ്പാവയല്ല തങ്ങളെന്ന് സൗദി ഒരു മുന്നറിയിപ്പായിട്ട് തന്നെയായിരുന്നു ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയത് എന്ന് വാർത്തകളിലൂടെ കണ്ണോടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ശരിക്കും പെട്രോ ഡോളർ കരാർ ഇരു രാജ്യങ്ങൾക്കും ലാഭമുണ്ടാക്കുന്ന തരത്തിൽ നിലവിൽ വന്നതാണ്. എന്നാൽ അമേരിക്ക സൗദിയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് കാലക്രമേണ കുറയ്ക്കുകയും സൗദിയുമായിട്ടുള്ള ബന്ധം അവരുടെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചിട്ടില്ല എങ്കിൽ പെട്രോ ഡോളർ കരാറിന്റെ ഭാഗമായി നിലനിൽക്കുന്ന സൈനിക സഹായങ്ങൾ നിർത്തലാക്കുമെന്ന ഭീഷണിയും ഇടയ്ക്കിടയ്ക്ക് മുഴക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു തരത്തിൽ കരാറിന്റെ ലംഘനം തന്നെയാണ്. അല്ലെങ്കിൽ കരാറിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളിൽ ഇപ്പോഴും ദുരൂഹതകളെല്ലാം ഉള്ളതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയാണ് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഈ പെട്രോ ഡോളർ കരാറിന്റെ നിലനിൽപ്പ് തന്നെ സൗദിയും മറ്റ് എണ്ണ ഉൽപാദന രാജ്യങ്ങളുമെല്ലാം അതത് രാജ്യങ്ങളുടെ എണ്ണ ഡോളറിൽ മാത്രമേ വിൽപ്പന നടത്തൂ എന്നതും അതിന് പകരമായിട്ട് സൗദിയുടെ വികസനത്തിനും സൈനിക സുരക്ഷയ്ക്കും അമേരിക്കയുടെ സഹായം നൽകുമെന്നുമെല്ലാമുള്ള ഉറപ്പ് തന്നെയാണ്. അമേരിക്കയ്ക്ക് ഈ കാര്യങ്ങൾ ലംഘിക്കാമെങ്കിൽ, ഈ കാര്യം വെച്ച് ഭീഷണിപ്പെടുത്താമെങ്കിൽ തങ്ങൾക്കും അതാകാമെന്ന് സൗദി ചിന്തിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സൗദി ഈ കാലഘട്ടത്തിൽ തന്നെ ഓയിൽ വിൽപ്പന ചൈനീസ് കറൻസിയായ യുവാൻ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ആലോചിക്കുന്നുണ്ട്. ചൈന സൗദിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് തന്നെയാണ്. അമേരിക്കയുമായിട്ടുള്ള സൗദിയുടെ കരാറിന്റെ പ്രധാന ഗുണം ഒരു കാലത്ത് സൗദിയിൽ വികസനം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നതിൻ്റെ അപകടം സൗദി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ട് ചേർന്നിട്ട് സ്വന്തം രാജ്യത്തും മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളിലും വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകളെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ സൗദിയുടെ ഭാവി വികസനങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. 2022 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റിന്യൂവബിൾ എനർജി, സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റുകൾ എന്നിവയിൽ സൗദിയും ചൈനയും പരസ്പരം സഹകരിക്കുമെന്ന് തീരുമാനത്തിലെത്തിയിരുന്നു. 2030 എണ്ണയെ മാത്രം അല്ലെങ്കിൽ എണ്ണയെ അമിതമായിട്ട് ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സൗദി മാറാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മറ്റു മേഖലകളിലെ സഹകരണത്തിന് ചൈനയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് 2023 സുന്നി രാജ്യമായ സൗദിയെ ഷിയ രാജ്യമായ ഇറാനുമായിട്ട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചൈന നടത്തുന്നത്. രണ്ട് ശത്രു രാജ്യങ്ങൾ പോലെ നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആയുധത്തിന്റെ ആവശ്യം കുറയുന്നതാണ്. മറ്റൊരു കാര്യം നമ്മൾ നോക്കിയാൽ ഇറാന്റെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 30% ചൈനയുമായിട്ടാണ്. അപ്പൊ ചൈന പറഞ്ഞാൽ ഇറാന് പെട്ടെന്നൊന്നും തട്ടിക്കളയാൻ പറ്റുന്നതല്ല. ഒരു പക്ഷേ അവർക്കിടയിൽ സമാധാനം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനി സൗദിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ സൗദി ചൈനയുടെ ഏറ്റവും വലിയ പങ്കാളിയാണ്. സൗദിയെയും ഇറാനെയും ഇങ്ങനെ ഒരുപോലെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് ചൈനയുടെ ഒരു ആവശ്യം കൂടിയാണ്. അമേരിക്ക ആ മേഖലയിൽ നിന്ന് മാറ്റി നിർത്താനും ഇതുമൂലം സാധിക്കുന്നതാണ്. ഇനി കുറച്ചുകൂടെ കടന്ന് 2023 സൗദിയിൽ ആണവ നിലയം പണിയാൻ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്ന് കരാറുകൾ പോലും ക്ഷണിച്ചിരുന്നു. ആ വർഷം തന്നെ സൗദി അറേബ്യ ചൈനയുമായിട്ട് $4 ബില്യൺ ആയുധ കരാറും ഒപ്പുവെച്ചു. പക്ഷേ അമേരിക്കയും ഇവിടെ വെറുതെ എന്നിട്ടൊന്നുമില്ല. സൗദി ചൈനയോട് അടുക്കുന്നത് തങ്ങൾക്ക് തിരിച്ചടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക 2024 2 സുപ്രധാന നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അമേരിക്ക ഇനിയും സൗദിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും
ആധുനിക ആയുധങ്ങൾ നൽകുമെന്നുള്ള ഒരു ഉഭയകക്ഷി കരാറാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. സൗദിയിൽ ചൈന നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ഗണ്യമായി കുറയ്ക്കണമെന്നും ഒരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, 2024 ജൂണിൽ അമേരിക്കയും സൗദിയുമായിട്ടുള്ള പുതിയ ആണവ കരാറിനെ പറ്റിയുള്ള വാർത്തകളാണ്. ഇങ്ങനെ ചൈനയോട് സൗദി അറേബ്യ അടുക്കുന്നത് തടയാനുള്ള നടപടികളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. നമുക്കറിയുന്നതുപോലെ പെട്രോ ഡോളർ കരാർ പ്രകാരം രാജ്യത്തേക്കുള്ള നിക്ഷേപങ്ങളും രാജ്യത്തിന്റെ സുരക്ഷയും സൗദി അമേരിക്കയെ കൂടുതലായിട്ട് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത്രയും കാലം കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കരാറിൽ നിന്ന് സൗദി അറേബ്യ പിൻവാങ്ങിയ ചിലപ്പോൾ അമേരിക്കൻ സഹായങ്ങൾ നിലയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ അമേരിക്ക നിർത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് പെട്ടെന്നുണ്ടായില്ല. കാരണം അമേരിക്ക തന്നെയാണ് ഇപ്പോഴും വലിയ രീതിയിൽ സൗദിക്ക് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യം. മാത്രമല്ല, ആയുധ വിൽപ്പന അമേരിക്കയുടെ പ്രധാന വരുമാന മാർഗം കൂടിയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ആയുധം തരില്ല എന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം വിൽക്കാൻ തയ്യാറായി ചൈനയും റഷ്യയും പുറകെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കരാർ കൊണ്ട് സൗദിക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് വികസനവും രാജ്യത്തിന്റെ സുരക്ഷയുമാണല്ലോ. ആ കാര്യത്തിൽ അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് നമുക്ക് മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സൗദി ഇപ്പോൾ വളരെയധികം കുറച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, പല വാർത്തകളിലും കാണുന്നത് പോലെ സൗദിയും അമേരിക്കയും അടിച്ചു പിരിഞ്ഞിട്ടൊന്നുമില്ല. ക്രൂഡ് ഓയിൽ വിൽപ്പനയുടെ സിംഹഭാഗവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഡോളറിൽ തന്നെയാണ്. കൂടാതെ സൗദിയുടെ സുരക്ഷയുടെ കാര്യങ്ങളും ആയുധ വിൽപ്പനയും എല്ലാം ഈ നിമിഷം വരെ അമേരിക്കൻ കുത്തകയുമാണ്. ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് ഇറാഖിലും ലിബിയയിലും സംഭവിച്ചതൊന്നും സൗദിയിൽ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അല്ലെങ്കിൽ തന്നെ അമേരിക്കയുമായിട്ട് സൗദിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. ശരിക്കും നമ്മൾ സൗദിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ അമേരിക്കയോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം സ്ഥാപിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ മറ്റ് രാജ്യങ്ങളോടും നല്ല രീതിയിലുള്ള സൗഹൃദം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. കാരണം അവർക്ക് അമേരിക്കയെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് കുറയ്ക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ പൊലിപ്പിച്ച വാർത്തകളിൽ കേൾക്കുന്ന പല കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിലവിൽ അമേരിക്ക, സൗദി എന്നീ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധസമാന സാഹചര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവർ ആ പെട്രോ ഡോളർ കരാർ പുതുക്കിയിട്ടില്ല എന്ന അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിലൂടെ കൃത്യമായിട്ട് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യണം. കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ അസുഖമോ അപകടമോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വലിയ തുകയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് സുരക്ഷിതമാക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ തുക മുടക്കി ഒരു ചെറിയ ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും എടുത്തു വെക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രവാസികളൊക്കെ ആണെങ്കിൽ മാതാപിതാക്കൾ നാട്ടിലാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട ലാബ് ടെസ്റ്റുകൾ, മരുന്നുകൾ വീട്ടിലെത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്കാണ് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. 51 ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നാട്ടിലുള്ളവർക്ക് 25% വരെ ഡിസ്കൗണ്ടും പ്രവാസികൾക്ക് 18% GST ഇളവും അതിന് പുറമെ 25% ഓൺലൈൻ ഡിസ്കൗണ്ടും ഈ ലിങ്കിലൂടെ കിട്ടുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.